ആദ്യമായി തന്നെ സർവശക്തന് നന്ദി പറയാണ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നെറ്റ് പ്രിപ്പറേഷൻ്റെ ടൈമിൽ. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന പ്രാർത്ഥനകൾ, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കളക്റ്റീവായിട്ടാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയത്. വെഡ്ഫിലിൻ്റെ പറയുമ്പോൾ വെഡ്ഫിലിൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുമ്പോൾ പഴയ ഒരു പണ്ട് ഇവിടെ വർക്ക് ചെയ്തതും അത് മുതൽ അങ്ങോട്ട് ഇവരുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ പറയണമെന്ന് വിചാരിക്കുകയാണ്. തുടക്കത്തിൽ ഇവർ ഇതിൻ്റെ മുമ്പ് വെഡ്ഫിലിൻ്റെ മുമ്പ് വിദ്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോഴിക്കോടല്ല ഓഫീസ്, വായക്കാടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് എപ്പോഴും അസീബ് സാറ്, നബീൽ സാറ് ഇവരെ കൂടെ എപ്പോഴും മീറ്റ് ചെയ്യും. അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ആണ് നമ്മൾ വർക്ക് ചെയ്യലുണ്ട്. കൂടെ അവരുടെ കഥകളും ഒക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ പറയാറുണ്ട് നെറ്റ് പ്രിപ്പയർ ചെയ്ത ആ ഒരു കാര്യവും. അപ്പോൾ അങ്ങനെ കുറച്ച് എഫേർട്ട് എടുത്താൽ നമ്മുടെ എഫേർട്ട് എടുക്കുകയും അങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു പോയിൻ്റ് അന്ന് മുതൽ അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, PGക്ക് വേണ്ടിയിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ആ ഒരു സമയത്താണ് ഇവിടുന്ന് എഡ്ഫിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റൽ ലൈഫാണല്ലോ. പിന്നെ ആ ഒരു സമയത്തും വരെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് കാറ്ററ്റ് ചെയ്താൽ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇവിടെ നിന്നുള്ള ഒരു വർക്ക് ചെയ്ത സമയത്തുള്ള കുറേ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. പിന്നെ കുറച്ച് യൂട്യൂബിൽ അവരുടെ വീഡിയോസ്, ഈ ക്ലാസ്സുകൾ, റാഷിദ മാമിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആളാണ്. അപ്പോൾ ആ കുറേ പോയിൻറ്റ്സ് ഓർമ്മയിൽ വെച്ചിട്ടും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് കേട്ടിട്ട് പാസ്സാകാൻ പറ്റി. പിന്നെ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സമയത്തും പ്രത്യേകിച്ച് ലാസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റാഷിദ മിസ്സിൻ്റെ കുറച്ച് ടിപ്സിൻ്റെ ഒരു കാര്യമുണ്ട്. നെറ്റിൻ്റെ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില കിതാബുകൾ, ചില ഗ്രന്ഥങ്ങളൊക്കെ ഓർത്ത് വെക്കാനുള്ള പോയിൻറ്റ്സ്, അതൊക്കെ റാഷിദ മിസ്സിൻ്റെ ആ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഓർമ്മയിൽ വന്നത്. അപ്പോൾ അത് എക്സാമിന് ചോദിച്ചും ചെയ്തു. അപ്പോൾ അങ്ങനെ 1-2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആ ഒരു തലേന്ന് നോക്കിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഇവരുടെ ഒരു ജേണിയിൽ. അങ്ങനെ ഇവരുടെ കൂടെ കൂടിയപ്പോൾ നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു കോഴ്സ് ഇവർ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറേ സ്റ്റാഫിൻ്റെയും ഒക്കെ കളക്റ്റീവായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ ആ സമയത്തും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ സമയം ഇരിക്കേണ്ടി വരുമ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ അങ്ങനെ ആ ഒരു ടീം വർക്കിൽ തന്നെയാണ് എഡ്ഫിൽ അന്നും ഉണ്ടായിരുന്നത്, ഇന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അവർക്കും പ്രത്യേകം ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്.